വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് കാണിക്കുന്നത് ഒരു പുതിയ സീരീസ് ആണ്. അതായത് അണ്ടർ 200 എന്ന് പറഞ്ഞിട്ട് ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇപ്പോൾ അതിന്റെ ഫസ്റ്റ് എപ്പിസോഡാണ്. അപ്പോൾ ഫസ്റ്റ് എപ്പിസോഡ് ഫൗണ്ടേഷൻ ആണ്. അതായത് 200 താഴെ വില വരുന്ന ഫൗണ്ടേഷൻസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിട്ട് പോകാം. അതിനു മുമ്പായിട്ട് എന്റെ പേര് ലിഡിയ. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലോട്ട് പോകാം. ഫസ്റ്റ് ഫൗണ്ടേഷൻ വിലയാണ്. എനിക്ക് കിട്ടിയ പ്രൈസ് 127 ആണ്. MRP 175 ആണ്. ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ കാണിക്കുന്ന പ്രൈസ് 140 ആണ്. ഇതൊരു ട്യൂബ് പാക്കേജിലാണ് വന്നിട്ടുള്ളത്. ഞാനടുത്ത ഷെയ്ഡ് വന്നിട്ട് 203 ബേജ് ആണ്. ഇതിന്റെ അകത്ത് എത്ര ഷെയ്ഡ് ഉണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ടാകും കേട്ടോ. ഇതിനകത്ത് അവർ ലോങ് വെയർ വെയിറ്റ്ലെസ് ഫൗണ്ടേഷൻ എഴുതിയിട്ടുണ്ട്. പിന്നെ SPF 15 ഉണ്ട്, വിറ്റാമിൻ ഇ ഉണ്ട്, ഫ്ലോലെസ് മാറ്റ് ഫിനിഷ് തരും, വാട്ടർ റെസിസ്റ്റന്റ് ആണെന്ന് എഴുതിയിട്ടുണ്ട്. 30 ml ഓഫ് ദി പ്രോഡക്റ്റ് ആണ്. അയച്ചിട്ടുള്ള എക്സ്പീരിയൻസ് പറഞ്ഞാൽ നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. മാർസിന്റെ BB ക്രീം ഇല്ല, അതിന്റെ ഏകദേശം സെയിം ഒരു ടെക്സ്ചർ തന്നെയാണ് ഇതിനുള്ളത്. ഈസി ആയിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ലൊരു ഡ്യൂ ഫിനിഷ് ആണ്. ഒരു ലൈറ്റ് ടു മീഡിയം കവറേജ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇത് ഓയിലി സ്കിന്നിന് ഒരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ അല്ല. അതുപോലെ ക്രീസ് ആയിട്ടൊന്ന് കേക്കി ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്, എസ്പെഷ്യലി ആ ടീസോന്റെ ഭാഗത്തൊക്കെ കേട്ടോ. അപ്പോൾ പറയുകയാണെങ്കിൽ ഓയിലി സ്കിന്നുകാർക്കാണ് ഇത് പ്രശ്നം. അതുകൊണ്ട് നോർമൽ ഡ്രൈ സ്കിന്നുകാർക്ക് യൂസ് ചെയ്യുന്നതിൽ കുഴപ്പമില്ലായിരിക്കും തോന്നുന്നു. നെക്സ്റ്റ് ഫൗണ്ടേഷൻ NYBയുടെ 3-in-1 പ്രൈമർ പ്ലസ് ഫൗണ്ടേഷൻ പ്ലസ് സിറം ആണ്. ഇതൊരു ബോട്ടിലാണ് വന്നിട്ടുള്ളത്. ഇതിന്റെ അകത്ത് ഈ പമ്പ് ചെയ്തെടുക്കാനുള്ള സൂത്രമൊക്കെ കൊടുത്തിട്ടുണ്ട്. മുകളിൽ എന്താ അതിനെ പറയുക, ഡ്രോപ്പർ, അതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഷെയ്ഡ് വന്നിട്ട് 09 വാം മിൽക്ക് ആണ്. വാം മിൽക്ക് എന്ന് കേൾക്കുമ്പോഴത്തേക്കും കൂൾ അണ്ടർടോൺ അല്ല, വാം അണ്ടർടോൺ എന്ന് വിചാരിക്കേണ്ട. കൂളായിട്ടാണ് കാണിക്കുന്നത് എനിക്ക് ട്രൈ ചെയ്തിട്ട്. പിന്നെ ഇതിന്റെ പാക്കേജിങ് കുഴപ്പമില്ല. പക്ഷേ ഇതിനകത്ത് നോക്കുമ്പോഴത്തേക്കും ഭയങ്കര ലിക്വിഡ് ആയിട്ടൊക്കെ പ്രോഡക്റ്റ് ഇരിക്കുന്നുണ്ട്. ഒന്ന് കുലുക്കുകയാണ് എടുക്കാനായിട്ട്, അല്ലെങ്കിൽ 2 സെപ്പറേറ്റ് പാർട്ടായിട്ട് ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നമ്മൾ സ്ഥിരം എടുത്ത് കുലുക്കിക്കൊണ്ടിരുന്നത് കുഴപ്പമില്ല. നമ്മൾ എവിടെയെങ്കിലും ഒരിടത്ത് വെച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനെ സെഡിമെന്റ് ചെയ്തിട്ട് 2 പാർട്ടായിട്ട് കാണുന്നത്. MRP 329 ആണെങ്കിൽ എനിക്ക് കിട്ടിയ പ്രൈസ് 197 ആയിരുന്നു. ഇപ്പോ പർപ്പിളില് 273 കാണിക്കുന്നുണ്ട്. സോ വാങ്ങിക്കണോ വേണ്ടെന്ന് റിവ്യൂ കണ്ടിട്ട് നിങ്ങൾ തീരുമാനിച്ചോ. ഇതൊരു റണ്ണി ആയിട്ട് മെസ്സി ആയിട്ടാണ് വരുന്നത്. സോ നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഡ്രസ്സിലായാല് പടിപാളി, അതാണ് അവസ്ഥ. സോ നമ്മൾ ഫേസിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ഉടനെ ബ്ലെൻഡ് ചെയ്തോളണം. കയ്യിലെടുത്തിട്ട് നമുക്ക് സാവധാനം ഫേസിൽ കൊടുക്കാന്ന് പറഞ്ഞാല് അതിനുള്ള ടെക്സ്ചറോ അല്ല, അതിനുള്ള കൺസിസ്റ്റൻസിയോ അല്ല, അതിനുള്ള ഒരു കവറേജും ഈ പ്രോഡക്റ്റിന് ഇല്ല. വളരെ ഷിയർ ആയിട്ടുള്ള ഒരു കവറേജ് ആണുള്ളത്. ഒരു സ്കിൻ ടിന്റ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു ടൈപ്പ് കവറേജ് ആണുള്ളത്. സോ നമ്മൾ കയ്യിലെടുത്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പോയാൽ ഒന്ന് മെസ്സി ആയിട്ട് ഡ്രസ്സ് കുളമാകും ഒരു പ്രശ്നം. അതുകൂടാതെ നമ്മൾ കയ്യിൽ നിന്ന് എടുത്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് വരുമ്പോഴത്തേക്കും ആ ഒരു ട്രാൻസ്ഫർ ആകുന്ന ടൈം കൊണ്ട് പിന്നെ ഉള്ള ഒരു പിഗ്മെന്റേഷനും ഇല്ലാണ്ടായിട്ട് നമുക്ക് ഒട്ടും കവറേജ് ഇല്ലാണ്ടാകും. കാരണം ഓൾറെഡി തന്നെ സ്കിൻ ടിന്റിന്റെ ഒക്കെ ഒരു കവറേജ് കിട്ടുന്നുള്ളൂ. സത്യം പറഞ്ഞാൽ ഈ ഫൗണ്ടേഷൻ ഇട്ടത് ഇടാത്തത് എനിക്ക് ഒരുപോലെ ഫീൽ ചെയ്തു. ഒരു ചെറിയൊരു ടിന്റുള്ള സാധനം സ്കിന്നിൽ ഇരിക്കുന്നതേ ഉള്ളൂ. വേറെ കവറേജോ വേറെ ഒരു ഉപയോഗവും ഇല്ല. സോ നിങ്ങൾക്ക് ഈ ഫൗണ്ടേഷൻ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ 200 താഴെ കിട്ടുമ്പോൾ വേണമെങ്കിൽ ട്രൈ ചെയ്യാൻ വാങ്ങിക്കാം. പക്ഷെ ഞാനിത് ഒരു സ്കിൻ ടൈപ്പിനും ബെറ്റർ ആണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല എന്റെ എക്സ്പീരിയൻസ് വെച്ച്. നെക്സ്റ്റ് ഫൗണ്ടേഷൻ L18ന്റെ ലാസ്റ്റിംഗ് ഗ്ലോ ഫൗണ്ടേഷൻ ആണ്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 120 ആണ് MRP. ഇത് ഫ്ലിപ്കാർട്ടിലൊക്കെ 114 കാണിക്കുന്നുണ്ട്. എനിക്കിത് എപ്പോഴും ഏത് പ്രൈസിന് കിട്ടിയെന്ന് ഓർമ്മയില്ല. ഇത് എവിടെ നിന്ന് വാങ്ങിച്ചെന്ന് എനിക്ക് ഓർമ്മയില്ല. നയിക്കെന്ന് തോന്നുന്നു. എന്തായാലും 200 താഴെയാണ് എന്ത് വന്നാലും, MRP ആയാലല്ല. പാക്കേജിങ് ഒരു ബോട്ടിലാണ്, കുഴപ്പമില്ല. പക്ഷെ ഗ്ലാസ് ജാർ ആണ്. തൊട്ട് മുമ്പ് കാണിച്ച NYBയ്ക്കും ഗ്ലാസ് ജാർ ആണ്. അപ്പോൾ ഇതിന് ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ പമ്പില്ല, ഡ്രോപ്പർ ഇല്ല, ഒരു തെങ്ങപ്പിണ്ണാക്കും ഇല്ല. സോ നമ്മൾ പ്രോഡക്റ്റ് എടുക്കണമെങ്കിൽ നന്നായിട്ട് കുലുക്കണം, എന്നിട്ട് കയ്യിൽ തട്ടി എടുക്കണം. കയ്യിൽ തട്ടുമ്പോഴത്തേക്ക് കൈ വന്ന് ഇടിക്കുമ്പോഴത്തേക്ക് കൈ വേദനിക്കുന്നുണ്ട്. സോ എനിക്ക് പാക്കേജിങ് പ്രൈസ് ഇഷ്ടമായില്ല. പിന്നെ ഈ പ്രൈസിന് നല്ല പാക്കേജിങ് തരുമെന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ ഇവർക്ക് ട്യൂബിലാക്കാറുന്നല്ലോ എന്ന് ഞാൻ പറയും. ഓക്കെ. പിന്നെ വളരെ ലൈറ്റ് കവറേജ് ആണ് കിട്ടുന്നത്. ഇതും ഒരു സ്കിൻ ടിന്റ് BB ക്രീം ആ ഒരു കവറേജ് കിട്ടുന്നുള്ളൂ. ലോങ് ലാസ്റ്റിംഗ് അല്ല. ഇപ്പൊ ഞാൻ കാണിച്ച ഒന്നും ലോങ് ലാസ്റ്റിംഗ് അല്ല. പിന്നെ മിലയുടെ വേണമെങ്കിൽ ഒരു നോർമൽ ടു ഡ്രൈ സ്കിന്നൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. കാരണം അതിന്റെ ഒരു കൺസിസ്റ്റൻസി വെച്ചിട്ട് അവർക്ക് സ്യൂട്ടബിൾ ആകുമെന്ന് തോന്നുന്നു എനിക്ക് കേട്ടോ. എന്റെ ഓയിലി സ്കിന്നിൽ സ്യൂട്ടബിൾ ആകത്തില്ല. നെക്സ്റ്റ് ഫൗണ്ടേഷൻ മാറ്റ് ലുക്ക് എന്നാണ് ഈ ബ്രാൻഡിന്റെ പേര്. മാറ്റ് ലുക്ക് വെൽവെറ്റ് ടച്ച് കവർ കുഷൻ ഫൗണ്ടേഷൻ ആണ്. ഇൻഫ്യൂസ്ഡ് വിത്ത് ലിക്വറൈസ് എക്സ്ട്രാക്ട് ആൻഡ് വിറ്റാമിൻ സി ഉണ്ട്. വാട്ടർ പ്രൂഫ് ആണ്. SPF 40 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 375 ആണ് MRP. എനിക്ക് കിട്ടിയ പ്രൈസ് 165 ആണ്. ഇപ്പോൾ അത് ഫ്ലിപ്കാർട്ടിൽ 206 കാണിക്കുന്നുണ്ട്. ഈ ബ്രാൻഡ് എപ്പോഴും പ്രോഡക്റ്റ് വില കുറച്ച് കൊടുക്കലുണ്ട് ഫ്ലിപ്കാർട്ടിന്റെ അകത്ത്. പക്ഷേ ഇതൊരു ക്ലാസ് പാക്കേജിംഗ് ആയിപ്പോയി. ഏകദേശം നമ്മുടെ ലോറിയലിന്റെ ട്രൂ മാച്ച് ഫൗണ്ടേഷന്റെ ഏകദേശം സിമിലാരിറ്റി ഉള്ള ഒരു പാക്കേജിംഗ് ആണ്. അപ്പോൾ അതിന് ഈ പാക്കേജിങ്ങിന് തന്നെ നല്ലൊരു പ്രൈസ് നമുക്ക് കൊടുക്കേണ്ടി വരും. അത്ര നല്ല ക്വാളിറ്റി ക്ലാസ് പാക്കേജിംഗ് ആണ്. ഇതിനൊരു ടെക്സ്ചർ പറഞ്ഞാല് തിക്ക് ക്രീമി ടെക്സ്ചർ ആണ്. ഒരു വെൽവെറ്റ് ഫിനിഷ് തരും. ഇവര് കുഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, കുഷൻ ഫൗണ്ടേഷൻ എന്ന് അങ്ങനെ പറഞ്ഞിട്ടില്ലേ, കവർ കുഷൻ ഫൗണ്ടേഷൻ എന്ന്. അത് കുഷൻ ഫൗണ്ടേഷന്റെ ഒരു ടെക്സ്ചർ നമുക്ക് സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. ഇതൊരു
165 കിട്ടിയ പ്രോഡക്റ്റ് എന്ന് ഒരിക്കലും പറയത്തില്ല. നിങ്ങളിപ്പോൾ 206 വാങ്ങിച്ചാൽ അത് ആ വിലയ്ക്കുള്ള പ്രോഡക്റ്റ് എന്ന് പറയത്തില്ല. ഒരു മിനിമം 600-700 രൂപയുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ 500 രൂപയ്ക്ക് അബോവുള്ള ഒരു പ്രോഡക്റ്റ് എന്ന് പറയാം. അത്രയ്ക്ക് ക്വാളിറ്റി ഉണ്ട് ഈ പ്രോഡക്റ്റിന്. സത്യം പറഞ്ഞാൽ നമ്മൾ തിർത്തൽ കുഷൻ ഫൗണ്ടേഷൻ ഒക്കെ ഇല്ലേ, അതൊക്കെ ഓവർ പ്രൈസ്ഡ് ആണ് ഫോർ ഓയിലി സ്കിന്നർ. അല്ലാത്തവർക്ക് അത് നല്ല പ്രോഡക്റ്റ് ആയിരിക്കും. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഈ ഫൗണ്ടേഷനൊക്കെ നമ്മൾ നമിക്കണം. അത്രയ്ക്ക് ക്വാളിറ്റി ഉണ്ട്. ഈ പ്രൈസ് റേഞ്ചിന് സൂപ്പറാണ്. പിന്നെ ഇത് നമ്മൾ ഉടനെ സെറ്റ് ചെയ്തോളൂ. ഒരുപാട് നേരം വെച്ചോണ്ടിരുന്നാൽ ലൈറ്റ് ആയിട്ടൊന്ന് ക്രീസ് ആവുന്നുണ്ട് കേട്ടോ. നമ്മൾ സെറ്റ് ചെയ്യണം. നമ്മുടെ നോർമലി ഒരു നല്ലൊരു ഹൈഡ്രേഷൻ ഉള്ള ഇതേ പെർഫോമൻസ് ഉള്ള വേറൊരു ഫൗണ്ടേഷൻ എടുത്താലും നമ്മൾ സെറ്റ് ചെയ്തിട്ട് ക്രീസ് ആവും. അതുപോലൊക്കെ തന്നെയുള്ള അല്ലാണ്ട് ഓവറായിട്ട് ക്രീസ് ആയിട്ട് കേക്കി ആകുന്നില്ല. മീൻസ് എന്റെ അണ്ടർഐസിന്റെ അവിടെയുള്ള ലൈൻസ് ഇല്ല, അവിടെയാണ് ക്രീസ് ആയത്. ചെറുതായിട്ടൊരു പൊടിക്ക് സെറ്റ് ചെയ്തപ്പോഴത്തേക്ക് അത് ഓക്കെ ആയി. മീഡിയം ടു ഫുൾ കവറേജ് ആണ്. നമ്മുടെ ഓയിലി സ്കിന്നർക്ക് ടീസോൺ പെട്ടെന്ന് ഓയിലി ആകുമല്ലോ. അപ്പൊ ആ ഭാഗത്ത് നമ്മൾ ഡാബ് ചെയ്യുമ്പോഴത്തേക്ക് ഒന്ന് ട്രാൻസ്ഫർ ആകുന്നുണ്ട്. ഒരുപാട് ആണ് ട്രാൻസ്ഫർ ആകുന്നത് എന്ന് പറഞ്ഞു ഭയങ്കരമായിട്ട് ഫുൾ ഡ്രാഗ് ചെയ്ത് എടുക്കുന്നില്ല. ഇച്ചിരി ഇച്ചിരി ട്രാൻസ്ഫർ ആകുന്നുണ്ട്. പ്രൊഡക്റ്റ് അവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ കുറെ നേരം ഡാബ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഒരു 2-3 മണിക്കൂറൊക്കെ പ്രൊഡക്റ്റ് നിൽക്കത്തുള്ളൂ. ഭയങ്കരമായിട്ട് ചൂടുള്ള ഇപ്പോഴത്തെ നിലവിലത്തെ കാലാവസ്ഥയിൽ. അതേസമയം നമ്മുടെ നോർമൽ ഒരു കാലാവസ്ഥയിലെങ്കിൽ ഇതൊരു 4 മണിക്കൂറൊക്കെ വരെ ലാസ്റ്റ് ചെയ്യും. കുറച്ചുകൂടെ നമ്മളൊരു AC-യിലൊക്കെ ഇരിക്കുവാണെങ്കിൽ സുഖമായിട്ട് 6 മണിക്കൂറൊക്കെ ലാസ്റ്റ് ചെയ്യും. പിന്നെ നമ്മൾ ഒന്ന് ജസ്റ്റ് ഡാബ് ചെയ്ത് കൊടുക്കണം സെറ്റ് ആകുവാണെങ്കിൽ. അല്ലാണ്ട് നമ്മൾ ടച്ച് ചെയ്യാണ്ട് അവിടെ വെച്ചിരിക്കുവാണെങ്കിൽ കുറെ നേരം ലാസ്റ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണിത്. വളരെ നല്ലൊരു ഗുഡ് ഫിനിഷ് ഒക്കെയാണ് ഇതിന് കിട്ടുന്നത്. സോ ഈ പ്രോഡക്റ്റ് വേണമെങ്കിൽ എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഓയിലി സ്കിന്നർക്കുള്ള പ്രശ്നമാണ് ഇതൊക്കെ പറഞ്ഞത്. മീൻസ് ഡാബ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് പ്രൊഡക്റ്റ് ആകുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇത് കോമ്പിനേഷൻ നോർമൽ ഡ്രൈ സ്കിന്നർക്കൊക്കെ സൂപ്പറാണ്. ഡ്രൈ സ്കിന്നർക്ക് സുഖമായിട്ട് ട്രൈ ചെയ്യാം. കാരണം നിങ്ങൾക്ക് ഇങ്ങനെ ക്രീസ് ആവുന്ന പ്രശ്നം, ഓയിലി ആകുന്ന പ്രശ്നമൊന്നും ഇല്ലല്ലോ. മീൻസ് ഓയിലി ആയിട്ട് ക്രീസ് ആവുന്ന പ്രശ്നങ്ങളോ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ പോകുന്നുണ്ട് ഞാൻ പറഞ്ഞത്. സോ ഇത് ബാക്കി സ്കിൻ ടൈപ്പർക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം, ഓയിലി സ്കിന്നുകാർക്ക് വാങ്ങിക്കാം. ടച്ച് ചെയ്ത് കൊടുക്കണമെന്നേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ടച്ച് ചെയ്ത് കൊടുക്കണം, പെട്ടെന്ന് സെറ്റ് ചെയ്യണം. ഓക്കെ. പക്ഷെ ഇതിന്റെ ഫിനിഷും കാര്യങ്ങളൊക്കെ നമ്മളിപ്പം ഒരു 600-700 രൂപയ്ക്ക് ഒരു ഫൗണ്ടേഷൻ വാങ്ങിച്ചാൽ ഇതേ പെർഫോമൻസിന് നമ്മൾ പെട്ടെന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം. പെട്ടെന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മൾക്ക് ടച്ച് ചെയ്യുമ്പോഴത്തേക്കും പ്രോഡക്റ്റ് ട്രാൻസ്ഫർ ആകുക, അതൊക്കെ ഒരു കൂടിയ ഫൗണ്ടേഷൻ്റെ അകത്തൊക്കെ നടക്കുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ്. സോ ഇത് നമുക്ക് കുറ്റം പറയാനായിട്ടൊന്നുമില്ല. ഈ പ്രൈസ് റേഞ്ചിനും തംസ് അപ്പ്. ഈ ബ്രാൻഡിനെ പറ്റി എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്, ഈ മാറ്റ് ലുക്കിനെ പറ്റിയിട്ട്. അപ്പോൾ അത് നമുക്ക് ലാസ്റ്റ് പറയാം. നമുക്ക് നെക്സ്റ്റ് ഫൗണ്ടേഷൻ നോക്കാം. സോറി, ഷെയ്ഡ് പറഞ്ഞില്ല, ആൽമണ്ട് ബേജ് ആണ് 05. അതെനിക്ക് പക്ക കറക്റ്റ് ഷെയ്ഡും ആയിരുന്നു. നെക്സ്റ്റ് ഫൗണ്ടേഷൻ സ്വിസ് ബ്യൂട്ടിയുടെ ആണ് 04 വാം ന്യൂഡാണ് ഷെയ്ഡ്. പ്രൈസ് വന്നിട്ട് 229 MRP. എനിക്ക് കിട്ടിയ പ്രൈസ് 174. ഇപ്പോൾ 154 ഫ്ലിപ്കാർട്ടിൽ കിടക്കുന്നുണ്ട്, വില കുറഞ്ഞു. അപ്പോൾ ഫൗണ്ടേഷൻ ഫ്ലോലെസ് കോംപ്ലക്ഷൻ ഫൗണ്ടേഷൻ ആണ്. ലോങ് വിയർ, വെയ്റ്റ്ലെസ്, റേഡിയന്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് വെയ്റ്റ്ലെസ് തന്നെയാണ്. നല്ല ലിക്വിഡി ക്രീമി ടെക്സ്ചറിലാണ് പ്രോഡക്റ്റ് വരുന്നത്. ഒരു 2 പാക്കേജിംഗ് ആണ്. ഇത് ഈസിലി ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ ബ്ലെൻഡ് ചെയ്തിട്ട് നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. ഒറ്റ വട്ടം ബിൽഡ് ചെയ്തെടുക്കുന്ന വെച്ച് സഹിച്ചോളാം. പിന്നെ ബിൽഡ് ചെയ്യാൻ പോയാൽ കുളമാവും. ടിൻറ്റഡ് മോയ്സ്ചറൈസർ ആൻഡ് സൺസ്ക്രീനിന്റെ ഒരു കവറേജ് എത്രയുണ്ടോ അത്ര ഇതിനുള്ളൂ. പിന്നെ വളരെ ഗ്ലോസി ആയിട്ടൊരു ഫിനിഷ് ആണ്. ഭയങ്കര ഗ്ലോ ആയിട്ട് ഗ്ലാസ് സ്കിൻ പോലെ ഇരിക്കുന്നില്ലേ, അതുകൊണ്ട് തന്നെ ഇത് ഓയിലി സ്കിന്നുകാര് നോക്കേ വേണ്ട. പിന്നെ പെട്ടെന്ന് ക്രീസ് ആവുന്നുണ്ടായിരുന്നു. ഇടുന്നതിന്റെ ആ ഒരു സൈഡിൽ കൂടെ 1 മിനിറ്റ് കൊണ്ട് തന്നെ അത് ക്രീസ് ആയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് നമുക്ക് ഇട്ട് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ട് അടുത്ത് ഒന്ന് സെറ്റ് ചെയ്യാനുള്ള ടൈം പോലും കിട്ടത്തില്ല. അതിന് മുമ്പ് ക്രീസ് ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സോ പെട്ടെന്ന് ഒരുമാതിരി ഒരു വൃത്തിയില്ലാത്തൊരു ലുക്കായി മാറി. ഈ പ്രോഡക്റ്റിന്റെ ഗ്ലോ ഭയങ്കര മാസ്മരികമാണ്. സോ ആ ഗ്ലോയും പിന്നെ ആ ഒരു കവറേജും കണക്കിലെടുത്തിട്ട് വേണമെങ്കിൽ ഡ്രൈ സ്കിന്നുകാർക്ക് ട്രൈ ചെയ്യാം, വേണമെങ്കിൽ. പക്ഷെ നോർമലും വേണമെങ്കിൽ ട്രൈ ചെയ്തോ. പക്ഷെ വേറെ ആരും അങ്ങോട്ട് നോക്കണ്ട. ഇത് ഇത്രയും മോശം പ്രോഡക്റ്റ് ആവുന്ന ഒട്ടും സ്വപ്നത്തിൽ വിചാരിച്ചില്ല. ഞാൻ വിചാരിച്ചത് ഇതിൽ ഏറ്റവും ബെസ്റ്റ് സ്വിസ് ബ്യൂട്ടി ആയിരിക്കും. പക്ഷെ ഡിസപ്പോയിന്റഡ് ആയിപ്പോയി. പിന്നെ ഇതിൽ എഴുതിയിട്ടുള്ളത് ലോങ് വെയർ എന്ന് പ്രതീക്ഷിക്കുക വേണ്ട. ഇത് ഒട്ടും ലോങ് വെയർ അല്ല. എനിക്കിങ്ങനെ ഫേസ് ആയിട്ട് സെറ്റിൽ ആയിട്ട് ഒരു വൃത്തിയേടായിട്ടുണ്ടായിരുന്നു. ക്യാമറയിൽ എത്രത്തോളം കാണുമെന്ന് അറിയത്തില്ല. എനിക്ക് നേരിട്ട് കാണുമ്പോഴത്തേക്ക് നല്ല ഊള ലുക്കായിരുന്നു. അപ്പൊ അണ്ടർ 200 ഇപ്പൊ ഫൗണ്ടേഷൻ ട്രൈ ചെയ്തിട്ടുണ്ട്, എനിക്ക് പറ്റിയതുപോലെ. അപ്പോൾ ഇനി അടുത്ത് വേറെയും പ്രൊഡക്റ്റുകൾ ഉൾപ്പെടുത്താം ഈ സീരീസിന്റെ അകത്ത്. ഫസ്റ്റ് എപ്പിസോഡ് ഇങ്ങനെ ഉണ്ടെന്ന് പറയണം കേട്ടോ. ഇനിയും കണ്ടിന്യൂ ചെയ്യണോ, നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണോ എന്നൊക്കെ പറയണം കേട്ടോ. അപ്പൊ 5-ൽ ഏറ്റവും ബെസ്റ്റ് ഏതെന്ന് ചോദിച്ചാൽ ഈ മാറ്റ് ലുക്കിന്റെ ഫൗണ്ടേഷൻ ആണ്. ഫസ്റ്റ് പ്രൈസ് ഇതിന് കൊടുക്കും. ഏറ്റവും ലാസ്റ്റ് പ്രൈസ് എൻഡേവയ്ക്ക് കൊടുക്കണോ സ്വിസ് ബ്യൂട്ടിക്ക് കൊടുക്കണോ എന്ന കൺഫ്യൂഷൻ ആണ്. ഇത് പക്ഷെ പിന്നെയും ഓയിലി സ്കിന്നുകാർക്ക് ട്രൈ ചെയ്യാം. ഇത് ആർക്കും ട്രൈ ചെയ്യാൻ പറ്റാത്തൊരു കൺസിസ്റ്റൻസിയും കാര്യങ്ങളൊക്കെയാണ്. കൺഫ്യൂസ്ഡ് ആണ് ഇതിൽ ആർക്ക് കൊടുക്കണം. എൻ്റെ ഒരു ഓയിലി സ്കിന്ന് വെച്ചിട്ട് ഞാൻ ലാസ്റ്റ് പ്രൈസ് ഇതിന് കൊടുക്കും. പക്ഷെ നോർമൽ എല്ലാവരും പരിഗണിച്ചിട്ട് ലാസ്റ്റ് പ്രൈസ് ഞാൻ ഇതിന് കൊടുത്തോളാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഒരു യുക്തി അനുസരിച്ച് ട്രൈ ചെയ്ത് നോക്കാം. മാറ്റ് ലുക്കിനെ പറ്റി ഒരു കാര്യം പറയാമെന്ന് പറഞ്ഞില്ലേ, അത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഫൗണ്ടേഷൻ വാങ്ങിക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്ക് 200 താഴെയുള്ള ഫൗണ്ടേഷൻ സെർച്ച് ചെയ്തു. അപ്പം മാറ്റ് ലുക്ക് കണ്ടു, വാങ്ങിച്ചു. ട്രൈ ചെയ്യാൻ സമയത്തും എനിക്കിതിനെ പറ്റി വലിയ പ്രതീക്ഷയോ കാര്യങ്ങളോ ഒന്നുമില്ല.
ബ്ലാങ്ക് ആയിട്ട് നമ്മൾ ട്രൈ ചെയ്ത് നോക്കുന്നത്. സ്വിസ് ബ്യൂട്ടി നമുക്ക് പ്രതീക്ഷയുണ്ട്, കാരണം നമ്മൾ അതിന്റെ പല പ്രോഡക്റ്റ് ട്രൈ ചെയ്തിട്ട് ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. സോ അതിന്റെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ മാറ്റ് ഞാൻ ബ്ലാങ്ക് ആയിരുന്നു കംപ്ലീറ്റ്ലി. ബട്ട് ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഓർത്തത് ഇതിന്റെ 2 പ്രോഡക്റ്റ് മുമ്പ് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അതിലൊന്നാണ് ഈ മാറ്റ് ലുക്കിന്റെ 19 ഗോർജിയസ് ന്യൂഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിപ് ക്രയോണും ലിപ് സ്റ്റെയിൻ ക്രയോൺ ആണ്. ഇതിന്റെ ഷെയ്ഡ് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിന്റെ പ്രൈസ് വളരെ കുറവായിരുന്നു. പിന്നെ മാറ്റ് ലുക്കിന്റെ ഒരു ഐഷാഡോ പാലറ്റ്, ഇതിന്റെ പ്രൈസ് വളരെ കുറവായിരുന്നു. ഇത് 01 ആണ്. മാറ്റ് ലുക്ക് ബ്ലിങ്ക് ഐഷാഡോ പാലറ്റ് ആണ്. ഇത് നല്ല അടിപൊളി പിഗ്മെന്റേഷൻ ആണ്. ഈ പ്രൈസ് റേഞ്ചിൽ ഇത് സൂപ്പറാണ്. സോ ഈ മാറ്റ് ലുക്ക് എന്ന് പറയുന്ന ബ്രാൻഡ് ഒരുപാട് പേര് ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ്, വില കുറച്ച് ഇറക്കുന്നുണ്ട്. ഞാൻ ട്രൈ ചെയ്ത 3 പ്രൊഡക്റ്റും എനിക്ക് പ്രൈസ് റേഞ്ചിന് ഇത് സൂപ്പറായിട്ട് തോന്നി. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ മറ്റു പ്രൊഡക്റ്റുകൾ ട്രൈ ചെയ്യണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞതാണ്. എനിക്ക് ഈ ബ്രാൻഡിനെ പറ്റി നല്ല അഭിപ്രായമാണ് എന്തൊക്കെയായാലും. സോ ഇതാണ് ഞാൻ പറയാൻ വെച്ചിരുന്ന ഒരു കാര്യം. കാരണം ഞാനിത് ആ ഫൗണ്ടേഷൻ ട്രൈ ചെയ്തിട്ട് ഓർത്തെയാണ്, നല്ല ബ്രാൻഡാണല്ലോ എന്ന് ഓർത്തപ്പോൾ എനിക്ക് ബാക്കി ഈ രണ്ട് പ്രൊഡക്റ്റ് ഓർമ്മ ഞാനിത് ട്രൈ ചെയ്തിട്ടുണ്ടല്ലോ ഓൾറെഡി എന്ന്. ഇതിനെപ്പറ്റി രണ്ടിനെ പറ്റി വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ. അപ്പോൾ ഇന്ന് ഈ വീഡിയോ അവസാനിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ചാനൽ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ചാനലൊക്കെ പറ്റുമെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.